ചോടോ എനിക്ക് പോയി. സോറി അളിയ, അളിയ സോറി. എടുക്കുമ്പോൾ 5000-ന്റെയും 10,000-ന്റെയും ഒന്നും എടുക്കരുത്. ഒരു സാധനവുമില്ല. വല്ല 1000 2000 ഒക്കെ എടുക്കണം. നല്ല സാധനമായിരിക്കും. ഇതൊരുമാതിരി. ഞാൻ എന്ത് ചെയ്ത്? നിനക്ക് 1000 2000 വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ സെറ്റാക്കി തരാം. ഇത് അവന്റെ സെറ്റപ്പ്. ഓ എനിക്ക് വയ്യ, സത്യമായിട്ടും വയ്യ മോളെ. സത്യമായിട്ടും പറ്റാത്തോണ്ട് അയ്യോ. അതില്ലതു കാണാം, ഇതു കാണാം, അതിനിടയില്ലതും കാണാം. അറിയാ അവനെന്തേ? കൊന്നവളെ. ലിറ്റിൽ ബിറ്റ്. എന്തിയേ? അവൻ കട്ടട എസ്പ. ഞാനെല്ലാം പറഞ്ഞ് ഡീൽ ചെയ്ത് പോയാണല്ലോ, പിന്നെന്തുവാ? ഇതാണ് നിന്റെ പ്രശ്നം, നിന്റെ ഡീലി ശരിയല്ലേ? അല്ല, അവൻ എന്ത് ചെയ്യുന്നു പറ. അവിടെ നിപ്പുണ്ട്. ആ എവിടെ? നടുവിനെന്തോ പിടുത്തമുണ്ട്. ഇവിടെയും ബദാമ. അളിയ കുട്ട, എന്താ ഒറ്റയ്ക്ക് മാറിയിരിക്കുന്നത്? അടിച്ച് നിന്റെ ഷേപ്പ് ചെയ്യാൻ മാറ്റും. മിക്കവാറും ഈ കല്യാണം മുടക്കും. അളിയ അവള് പോന്നെ പോട്ടളിയാ. നിനക്ക് നല്ല തങ്കക്കടം പോലത്തെ പെണ്ണിനെ ഞാൻ ഒപ്പിച്ചിട്ട് അളിയാ. ഇവളുമാരിൽ ഏതെങ്കിലും ഒരുത്തി ആയിരിക്കും അല്ലേ? അളിയന് ശരിക്കും ആരെങ്കിലും ഇഷ്ടപ്പെട്ട? അളിയ പറ, ഞാൻ അവിടുത്തെ സംസാരിക്കാം, ഡീൽ ചെയ്ത് തരാം. എന്റെ പൊന്നളിയാ, അവളുണ്ടല്ലോ, അവള് മുറ്റളിയോ മുറ്റ്. ഓ നീ എങ്ങാണോ അവളെ കല്യാണം കഴിച്ച എന്നെ അളിയാ, അവളെന്റെ ആരാ? വൃത്തിയാടോ, നല്ലൊരു ബന്ധമല്ലേ? വൃത്തികെട്ടവൻ. ഇപ്പൊ ഞങ്ങള് കൊള്ളാലോ. നീ എടാ പിഞ്ചു കുഞ്ഞുങ്ങളായിരുന്നു ഞങ്ങളെ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ കൊച്ചു പുസ്തകവും തുണ്ട് സീഡിയും തന്ന് പിഴപ്പിച്ചവനാണ് നീ. അത് ശരി. എടാ മാതാ പിതാ ഗുരു ദൈവം തെണ്ടി. എന്നിട്ട് ആ ഗുരുക്കന്മാരെ പറ്റി നീ പറഞ്ഞ കഥകൾ കേട്ടിട്ട് നിനക്കറിയോ? എനിക്കിപ്പോഴും അവരെ കാണുമ്പോ കമ്പിയാ. സത്യം, ഞങ്ങളുടെ ആ പിഞ്ചു മനസ്സിൽ ഈ വിഷം എല്ലാം കൂടി കുത്തിക്കയറ്റി ഒരു വൻമരമാക്കിയിട്ട് ഇപ്പൊ ഇരുന്ന് ഉപദേശിക്കുന്ന ചേട്ടേ. എന്റെ പൊന്നളിയ, പഴയ കാര്യങ്ങളൊക്കെ വിട്. ഞാൻ അവളെ എങ്ങനെ ഡീൽ ചെയ്യുന്നു പറ. അവള് ഫോൺ ഓഫ് ആക്കി വെച്ചിരിക്കുക. അത്രയുള്ള കാര്യം. എടാ നാളെ ഓൺ ചെയ്യുമല്ലോ, അപ്പൊ ഞാൻ വിളിച്ച് സെറ്റ് ചെയ്യാളിയാ. അളിയ സെറ്റപ്പിന് ഞാൻ ബെസ്റ്റാ, ഞാൻ ഡീൽ ചെയ്യാം. ഉഗ്രനായിട്ട് ഡീൽ ചെയ്യും. എന്റെ പൊന്നളിയ, നിങ്ങൾക്ക് എന്റെ വിഷമം പറഞ്ഞാൽ മനസ്സിലാവൂ. എന്താന്ന് വിഷമം? ക്രിസ്റ്റി, അപ്പൊ ഞങ്ങളുടെ വിഷമോ? നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോ ഒരു കുറ്റബോധം ഉണ്ടാളിയാ. കാശ് പോയെന്നൊരു കുറ്റബോധം, സ്വന്തം ഭാര്യ ചതിച്ചു എന്നൊരു കുറ്റബോധം. അങ്ങനെ കുറ്റബോധം കൂടി കഴിയുമ്പോൾ നമുക്ക് അവരോട് സ്നേഹവും ബഹുമാനമൊക്കെ തോന്നും. അതുകൊണ്ട് ഇടക്കിടയ്ക്ക് ഇങ്ങനെയൊന്നുമല്ല. അതാകുമ്പോ കാശിന്റെ വില, ഭാര്യയുടെ വില, ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. നമ്മളൊരു പാഠം പഠിക്കും. അങ്ങനെ പഠിച്ചു പഠിച്ച് നന്നാവാൻ വേണ്ടിട്ട് ഞങ്ങൾ ഈ കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ നീ എന്ത് വിചാരിച്ച് ഞങ്ങൾക്ക് അങ്ങോട്ട് സൂഹിക്കാൻ വേണ്ടിട്ടാ? നമ്മൾ ഊളകള്. സത്യത്തിന്റെ മുഖം എന്നും കറപ്പാളയാ. ബാ അളയാ, വിളിച്ചു വരുത്തി അപമാനിച്ചു വരുന്നെങ്കിൽ ഞങ്ങള് പൊക്കോട്ടെ. ഉറക്കം വരുന്ന അളയാ, നീ ഒരെണ്ണം അങ്ങോട്ട് അടിച്ചേ. ഈ സ്ട്രെസ്സൊക്കെ അങ്ങോട്ടൊന്ന് പോട്ട്. അളിയാ, ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ കല്യാണമാട്ടാ. പിന്നെ ഈ പരിപാടിയൊന്നും നടക്കത്തില്ലേ. ഇപ്പം എന്റെ പൊന്നുമോൻ പോയി ആ മുറി ചെന്ന് വേറൊന്നും ചെയ്യൊന്നും വേണ്ട. നീ എന്തെങ്കിലും സംസാരിച്ചൊക്കെ ഇരി. വല്ല ജബാ ഗബാ മക, അത്രേ ഉള്ളൂ. എന്റെ ക്രിസ്റ്റി, ഒരു പ്രോഗ്രാമിന് മുമ്പ് ഒരു റിഹേഴ്സൽ എപ്പോഴും നല്ലതാ. റിഹേഴ്സൽ എത്രത്തോളം അടിപൊളിയാവുന്നു, പ്രോഗ്രാം മനോഹരമാവും. വിജയ്ക്ക് അടി കേറട്ട്. അടി കളിയ ഒന്നും നോക്കാനില്ല. ഒരു കുപ്പിയും കൂടി ഇരിക്കും. ഇല്ലല്ലേ? അടി ഒന്നും വേണ്ട. കേറട്ടെ കേറട്ടെ വിടാവട്ടെ. ഇവിടെ